അസ്സലാമലൈക്കും. സജന ഹാക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും ക്ഷണിക്കുന്നു കേട്ടോ. 27-ാം രാവിലെ തിരക്കേറിയ നോമ്പുതുറ വിഭവങ്ങളുടെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഈ പൊള്ളുന്ന ചൂടിൽ നമ്മുടെ ദാഹവും ക്ഷീണവും മാറ്റാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കിയെടുക്കുന്നൊരു ഷേക്കാണ് റെഡിയാക്കിയെടുക്കുന്നത് ചെറുപ്പഴം കൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. ഹെൽത്തി ഷേക്കാണ് ചെറുപ്പഴം വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മൾ ഈ നോമ്പ് തുറക്കി ഫുൾ എനർജറ്റിക് ആവട്ടോ. കൂടാതെ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ മട്ടൻ കറി റെസിപ്പിയുണ്ട്. എല്ലാ കൂട്ടുകാരെയും 27-ാം രാവിലെ നോമ്പ് തുറയിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ നോമ്പ് തുറ വിഭവങ്ങളുടെ ഒരുക്കുന്നതിൻ്റെ വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാം കേട്ടോ. അല്ലേ, സ്കിപ്പ് ചെയ്യാതെ കാണോ? സ്കിപ്പ് ചെയ്യാതെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. സമയമായി പോകുന്നുണ്ട് കേട്ടോ ലൈക്ക്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. റമദാൻ മാസത്തിലെ നോമ്പ് തുറക്കി മസ്റ്റായിട്ടും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് തരി കാഴ്ച. ഈ റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കി നമ്മുടെ ഈ തരി കാഴ്ചത് മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കിയേ തീരും. അത്രയും ടേസ്റ്റേറിയ തരി കാഴ്ചതാട്ടോ. നമ്മൾ ക്ഷീണവും ദാഹമൊക്കെ അകറ്റാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വറുത്ത സെയിം ഇതായി റെഡിയാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ല കട്ടിയായിരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ. ഞാൻ ആദ്യം തന്നെ പാല് കാച്ചി അതിന് ഏറ്റവും അവസാന പന്തിയിലാട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത്. അതിന് തന്നെ തിളപ്പിക്കാതെ ഓഫ് ചെയ്യണം. തിളയ്ക്ക് മുന്നേ നമ്മളതൊന്ന് ഓഫ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്തെടുത്ത് അതിലേക്ക് ഒഴിച്ച് സെറ്റാക്കിയെടുത്തു. അടിപൊളി ഡ്രിങ്കാണ്. അതിന് ശേഷം ഞാൻ മട്ടൻ കിട്ടിയിട്ടോ അത് കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടു. അതിന് ശേഷം വറുത്തരയ്ക്കാണ് നാളികേരം 2 ടീസ്പൂൺ വെളിച്ചെണ്ണോളം ഒഴിച്ച് പിന്നെ നമ്മുടെ നാളികേരം നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് പകുതി വറവാകുമ്പോൾ അതിലേക്ക് ചുരുളി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്ത് ഇതേ രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം 1/4 ഗ്ലാസ് വെള്ളം കേട്ടോ അതിലേക്ക് ഒഴിച്ചിങ്ങായിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കർ എടുത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ സബോള കേട്ടോ മീഡിയം സൈസിലുള്ള സബോളയാണ് ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഒന്ന് കനം കുറച്ചരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുത്ത ശേഷം നമ്മുടെ ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒരു കുത്തൊന്ന് ഒതുങ്ങുന്നവരെ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. അതിന് ശേഷം നമ്മൾ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി ഇട്ടോളൂ കേട്ടോ. ഞാൻ 3 തക്കാളി മീഡിയം സൈസിൽ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് തട്ടിക്കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വരുന്നതായി നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് തക്കാളിക്ക് നല്ലപോലെ അങ്ങോട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. തീ നല്ലപോലെ അങ്ങോട്ട് കുറച്ച് വെച്ചിനി എന്ത് ചെയ്യണം, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തങ്ങായിട്ട് നമ്മുടെ ഈ പൊടികളൊക്കെ പച്ചമണം അങ്ങോട്ട് മാറി കിട്ടണ്ടേ. അപ്പോൾ നല്ല രീതിയിൽ തീ നല്ലപോലെ കുറച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മട്ടനിൽ മസാല പിടിക്കുന്നവർ നല്ല രീതിയിലൊന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ട് ഇളക്കി മറിച്ചോളൂ കൂട്ടുകാരെ. അങ്ങനെ നല്ല രീതിയിൽ മസാല മട്ടനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ മിക്സാക്കി കേട്ടോ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തോട്ടോ. നമ്മുടെ മട്ടൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളങ്കിഴങ്ങ് കട്ട് ചെയ്തിട്ടത് നെയ്യ് കൂടുതലായതുകൊണ്ടാട്ടോ. അപ്പോൾ അത് ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഉരുളങ്കിഴങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്, വെന്ത് സെറ്റായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് അധികമുള്ളത് കൊണ്ടാട്ടോ ഉരുളങ്കിഴങ്ങ് ചേർത്ത് കൊടുത്തത്. തേങ്ങ വറുത്ത് വരച്ച് വെച്ചാൽ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന മട്ടൻ റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് തിളയ്ക്കണം കേട്ടോ. അധികം തിളച്ച് മറിയാൻ പാടില്ല. നല്ല രീതിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സാക്കിയ ശേഷം
തിളച്ച് മറിയുന്നത് കാണാം. അധികം തിളച്ച് മറിയാൻ പാടില്ല, കറിക്ക് ടേസ്റ്റ് പോവും. അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ വളരെ രുചികരമായ തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി മട്ടൻ കറി റെസിപ്പി കണ്ടില്ലേ. അടിപൊളി, വളരെ രുചികരമായ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മട്ടൻ കറി റെസിപ്പിയാണ് എല്ലാവരും കണ്ടത്. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് ചെറുപ്പഴം വെച്ചിട്ട് അടിപൊളി ഷേക്കാണ്. ഹെൽത്തി ഷേക്കാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയായ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൊലി കളഞ്ഞ് വെച്ചപ്പോൾ 3 പഴം വേസ്റ്റായിരിക്കുന്നു. അതും എടുത്തു, തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തു. അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 5 ഉറുപ്പ്യയുടെ ബൂസ്റ്റാണ്, അങ്ങനെ 2 പാക്കറ്റോളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം തന്നെ ഒരു പാക്കറ്റ് എടുത്ത് അതിലേക്ക് തട്ടിക്കൊടുത്തു കേട്ടോ. അതിന് ശേഷം അണ്ടിപ്പരിപ്പാണ്, പിസ്തയോ ബദാമോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതിന് ശേഷം തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ ഒരു നാളികേരത്തിൻ്റെ 3/4 ഭാഗം നാളികേരം ചെറുകിങ്ങായിട്ട് നല്ല കട്ടിയായിരുന്നു തേങ്ങാപ്പാൽ എടുത്തുങ്ങായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അങ്ങനെ 2 കപ്പോളം തേങ്ങാപ്പാൽ ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സിയിലടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ മിക്സിയിലടിച്ച് സെറ്റാക്കി കൊണ്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തങ്ങായിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്ത് കൊടുന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ ബാക്കിയുള്ള പാലും ഒഴിച്ച് നല്ല പെർഫെക്റ്റ് രീതിയിൽ നമുക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഈ രീതിയിൽ വേണം നമ്മുടെ ഈ ഷേക്കിന് കട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. അധികം വെള്ളം ചേരാനും പാടില്ല. അങ്ങനെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കുവാൻ. അങ്ങനെ നമ്മൾ കസ്കസൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയ ശേഷം നമ്മുടെ ക്ഷീണവും ദാഹമൊക്കെ അകറ്റാൻ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ബൂസ്റ്റ് ഞാൻ ഒരു പാക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് നമ്മുടെ ഈ ഗ്ലാസ്സിലോട്ട് വീത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അണ്ടിപ്പരിപ്പും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർ വേഗം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിസ്തയോ ബദാമോ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് സെറ്റാക്കി പിള്ളേർക്ക് കൊടുക്കും. അപ്പോൾ വേഗം തന്നെ അവർ ഷേക്ക് കുടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ഗ്ലാസ്സിലേക്കും ഷേക്ക് വീത്തി അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ ചോക്ലേറ്റ് ഇട്ട ഷേക്കും ഇരിക്കുന്നുണ്ട്. പിന്നെ കസകസ് ഇട്ട ഡ്രിങ്കും, പിന്നെ നമ്മുടെ തൈര് കാച്ചിയതും, ഫ്രൂട്ട്സും 3 മൂലയും, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇട്ട ഷേക്ക് നിസ്കാരത്തിന് ശേഷം പാത്തുസിനും അതേപോലെ തന്നെ അച്ചുമോനും കൊടുത്തുട്ടോ. അവർക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അതിന് ശേഷം മട്ടൻ കറി മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പോൾ പിള്ളേർക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ വിചാരിച്ചു ഇത്രയധികം വിഭവങ്ങളൊക്കെ ഒരുക്കണ്ടേ. അപ്പോൾ ഞാൻ കരുതി നൂലപ്പമോ പത്തിരിയോ ഓർഡർ ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂലപ്പമാണ് കേട്ടോ കിട്ടിയത്. 2 പാക്കറ്റോളം വാങ്ങി. അങ്ങനെ ഒരു പാക്കറ്റിലെ നൂലപ്പം പൊട്ടിച്ചിങ്ങായിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ മട്ടൻ കറിയും നൂലപ്പവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും പാത്തൂസും ആദ്യം ഫുഡ് കഴിച്ചിട്ടോ. നിസ്കാരത്തിന് ശേഷം വന്ന് നൂലപ്പവും മട്ടൻ കറിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.